മറ്റൊന്ന് സ്കൂൾസിനകത്ത് കേരള നിയമസഭ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്ത അടിയന്തര പ്രമേയം ലഹരിയുടെ ഉപയോഗമാണ്. ലഹരിയുടെ ഉപയോഗം ശക്തിപ്പെടുകയാണ്. നിങ്ങൾക്ക് റോളില്ലേ? എൻഫോഴ്സ്മെന്റ് മാത്രമാണോ വലിയ എൻഫോഴ്സ്മെന്റിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ പറയണ്ടേ? എക്സൈസിന്റെയും പോലീസിന്റെയും മാത്രം ഉത്തരവാദിത്വം അല്ല, നിങ്ങളുടെ ഫ്രട്ടേണിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ആ ഉത്തരവാദിത്വം ഭൂരിഭാഗം ആളുകൾ നിർവഹിക്കുന്നു, ഒരു ഗ്രൂപ്പ് മാറി നിൽക്കുന്നു. ഇപ്പൊ ക്ലാസ്സിലെ കുട്ടിയെ കുറിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഹൂ വാസ് ഹി? നമ്മുടെ നിയമസഭയിൽ ഡൂയിസ് ഹൂ, ഞങ്ങളൊക്കെ എന്താന്ന് പറയുന്ന ഒരു പുസ്തകം അവിടെ ഉണ്ട്. നാളെ ഞങ്ങൾ മരിച്ചാലും അത് പറയും, ഹൂ ഇസ് ഹൂ, അയാൾ ആരായിരുന്നു. അതുപോലെ നിങ്ങൾക്കൊരു കുട്ടിയെ കുറിച്ച് പറയാൻ പറ്റണം, അയാൾ ആര്, കുടുംബ പശ്ചാത്തലം എന്ത്, കുടുംബ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് കുട്ടി ഏതെങ്കിലും തരത്തിൽ നോട്ടിനെസ് കാണിക്കുന്നെങ്കിൽ അതെന്തുകൊണ്ട് കാരണം, അത് കണ്ടെത്തണം. അപ്പാടെ തന്നെ ചൂടിലെടുത്ത് അടിക്കലല്ല. എന്തായിരിക്കും കാരണം? കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം അന്വേഷിക്കണം. ചില കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണോ? അല്ലെങ്കിൽ വേണ്ടത്ര പാരന്റ്സിന്റെ കെയർ കിട്ടാത്തതാണോ? പാരന്റ്സിനെ വിളിക്കണം. നിങ്ങൾ സെക്കൻഡ് പാരന്റ് ആണോ? രണ്ടാമത്തെ രക്ഷിതാവാണല്ലോ കുട്ടിയുടെ ടീച്ചർമാർ. അപ്പൊ കുട്ടിയിൽ കിടക്കുന്ന വീക്ക്നെസ്, എന്തെങ്കിലും ദൗർബല്യം ഉണ്ടെങ്കിൽ ആ ദൗർബല്യം ഒരു ക്ലാസ് PTO അല്ലെങ്കിൽ ജനറൽ PTO വിളിച്ച് ഒച്ചത്തിൽ പറഞ്ഞ് നിങ്ങളെ മോൻ ഒന്നിനും കൂടി പറഞ്ഞാൽ പോയി പണിയോടാന്ന് പറയും രക്ഷിതാക്കൾ. അവരുടെ ദൗർബല്യങ്ങൾ എന്താണ് കുട്ടിയുടേത്? ആ കുട്ടിയുടെ ദൗർബല്യം എന്താണെന്ന് പാരന്റിനെ സ്വകാര്യം വിളിച്ച് പറയണം. നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ദൗർബല്യങ്ങളുണ്ട്, അത് കൂട്ടായി പരിഹരിക്കണം. അപ്പൊ സെക്കൻഡ് പാരന്റ് എന്ന ഉത്തരവാദിത്വം നിങ്ങൾ മറന്നുപോരുത്. ഞാൻ വീണ്ടും ആ പോയിന്റിലേക്ക് വരാൻ, ഡ്രഗ്സിന്റെ അബ്യൂസ് ശക്തിപ്പെടുന്നുണ്ട് സ്കൂൾസിനകത്ത് ഉൾപ്പെടെ. ഇപ്പൊ ഞാനൊരു സ്കൂൾ പറഞ്ഞു വിട്ടു, കുട്ടി ഇങ്ങനെ ഉറങ്ങാണ് ക്ലാസ്സിൽ. ഇപ്പൊ ടീച്ചർ ചോദിച്ചു എന്താ മോനെ? ഒന്നുമില്ല, അന്ന് ഇനി ഉറങ്ങിക്കോ. അതല്ലല്ലോ, എന്തുകൊണ്ട് ഉറങ്ങുന്നു നോക്കണ്ടേ? രാവിലെ 10 മണിക്ക് വന്ന കുട്ടി 11 മണിക്കും 11:30ക്കും 12:00 ഉറങ്ങുന്നത് എന്താ കാരണം ചോദിക്കണ്ട. എന്താ മോനെ ഉറക്കാൻ കാരണം? അത് തേടിപ്പോകുമ്പോഴാണ് കാരണം കണ്ടെത്താൻ പറ്റുക. അപ്പോ ഒരു ഭാഗത്ത് അക്കാഡമിക്സ്, സമഗ്ര അക്കാഡമിക് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് കൂടി ചർച്ച ചെയ്യുമ്പം നമ്മുടെ സമൂഹത്തിനകത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളെയും സ്കൂളുകളെയും കേന്ദ്രീകരിച്ച് ഡ്രഗ്സ് സംഘം വരുമ്പം അതിനെ ചെറുത്ത് നിൽപ്പിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് നിങ്ങൾ എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ആ നിലയിലേക്ക് കൂടിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ക്ലാസ് റൂം മാത്രം പോരാ. ആളുകൾ ധാരണ ക്ലാസ് റൂം, ഞങ്ങൾക്കൊരു കെട്ടിടം വേണം. ഇന്നേ വരെ ഒരാളും ഒരു സ്റ്റേഡിയം വേണമെന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഒരു ടർഫ് വേണം, ഒരു ടീച്ചറും വന്നില്ല. ഞങ്ങൾക്കൊരു ക്ലാസ് റൂം വേണം. ക്ലാസ് റൂം പോകുമ്പോൾ തന്നെ ഫസ്റ്റ് നിങ്ങളെ സ്റ്റാഫ് റൂമിനെ കുറച്ചുകൂടി സ്പേസ് എടുക്കാൻ. ക്ലാസ് റൂം ഇത്രയാണെങ്കിൽ ഞാൻ സ്റ്റാഫ് റൂം മാത്രം തന്നെ വേണം. നമ്മൾ സ്കൂൾസിനകത്ത് പ്ലേ ഗ്രൗണ്ട് വേണം. പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവണേ ചിലപ്പോൾ ജനകീയ മൂവ്മെന്റുകൾ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുക. ഞങ്ങളൊരു പദ്ധതി നടപ്പില്ല, എല്ലാവരും സ്കൂളിനൊപ്പം ഒരു പ്രദേശത്ത് സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും കൈകോർക്കുക. അതേപോലെ ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് പറ്റണം. ഒരു സ്കൂളിലെ ടീച്ചർ, അപ്പൊ ചില സർക്കാർ സ്കൂൾ പറയും ഞങ്ങൾ മാറിപ്പോകുമല്ലോ. മാറിപ്പോകുന്നവരോടുണ്ടാവില്ലേ? ചില സർക്കാർ സ്കൂളല്ല, ഞങ്ങളങ്ങ് മാറിപ്പോകുന്നവരെ നിങ്ങളെ പേര് നാളെ ഓർക്കണ്ടേ ആ പ്രദേശത്തെ ജനങ്ങൾ. സ്കൂൾസിനകത്ത് പ്ലേ ഗ്രൗണ്ട് വേണം. പ്ലേ ഗ്രൗണ്ട് വളരെ അനിവാര്യമാണ്. അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആർട്സ് ഫെസ്റ്റിവലിനകത്ത് കുട്ടികളെ ഇപ്പോൾ ഞാൻ കണ്ട വീഡിയോ ഇതിനകത്ത് കൃത്യമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ലാബ് വേണം, ലൈബ്രറികൾ മസ്റ്റാണ്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ലഹരി ഉപയോഗത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കും. അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് നിയമസഭക്ക് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അദ്ദേഹം ചെയ്യുന്നുണ്ട് വിശ്വാസം. അതുപോലെ തന്നെ നിങ്ങൾ പ്രഖ്യാപിച്ച മറ്റൊരു കാര്യം പത്രപാരായണം, നല്ല കാര്യമാണ്. പേപ്പർ വായിപ്പിക്കുക, ആരും വായിക്കുന്നില്ലല്ലോ. ആ സമയത്തും കൂടി കുത്തിക്കളിക്കുക തന്നെ. അതുകൊണ്ട് റീഡിംഗ്, വായനയിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക മസ്റ്റായി. വെറും അക്കാഡമിക് സിലബസിനപ്പുറത്ത് നോൺ അക്കാഡമിക്സ് ആയ കാര്യങ്ങൾ കൂടി കുട്ടികളെ വായിപ്പിക്കാൻ നിർബന്ധിതമാവണം. കാരണം ഇതാണ് സമയം. നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടിയുടെ പ്രായം 15, +2 17, അത് കഴിഞ്ഞില്ലേ? ഇപ്പോഴല്ലേ നിങ്ങളുടെ കുട്ടികൾ റീഡിംഗ് ഹാബിറ്റ് പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റുക. ഈ സമയത്ത് നിങ്ങൾ ആരെങ്കിലും മുൻകൈയെടുക്കുന്നില്ലെങ്കിലോ? ഇപ്പൊ തന്നെ റീഡിംഗ് അറ്റൻഷൻ കുറയുന്നുണ്ട്, കാരണം സോഷ്യൽ മീഡിയ വന്നുകൊണ്ട്. അതുകൊണ്ട് റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ, വായന നല്ലതുപോലെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് നിർബന്ധമായും ഒരു പീരീഡെങ്കിലും നിർബന്ധമായും ഈ റീഡിങ്ങിന് വേണ്ടി, മറ്റു തര പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ബോധപൂർവ്വം നീക്കി വെക്കണം. ഒരു പീരീഡെങ്കിലും ശനിയാഴ്ചകളിൽ കൂടി കുട്ടികളെ പ്രവർത്തിപ്പിക്കണം. ചില സ്കൂൾസൊക്കെ നല്ല പ്രവർത്തിക്കും ശനിയാഴ്ചയൊക്കെ. കാരണം
ഇതൊരു സമൂഹത്തെ വാർത്തെടുക്കുന്ന പ്രക്രിയയാണ്. ഒരു സൊസൈറ്റിയെ ബിൽഡപ്പ് ചെയ്തതിന്റെ പ്രോസസ്സിന്റെ ഭാഗമാണ് മീറ്റിംഗ്. നിങ്ങൾ കാണേണ്ട ഇത് ചെറിയ മീറ്റിംഗ് അല്ല, ഇതൊരു വളരെ ഗൗരവമുള്ള മീറ്റിംഗ് ആണ്. ഭാവി കേരളത്തെ വാർത്തെടുക്കുന്നതിൽ നിങ്ങൾക്കിത് ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷന്റെ മുകളിൽ നിങ്ങളൊരു ഹൈ റൈസ് ബിൽഡിംഗ് കെട്ടി, ഫൗണ്ടേഷൻ പോക്കാണെങ്കിൽ ഒരു ഹൈ റൈസ് ബിൽഡിംഗ് കെട്ടി പൊട്ടിവീകും. അതുകൊണ്ട് ഇത് ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷൻ ഫലപ്രദമായി ബിൽഡപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ എത്ര വലിയ കെട്ടിടം കെട്ടിപ്പൊക്കിയിട്ടും കാര്യമില്ല. ഡിസിപ്ലിൻഡ് ആയ ഒരു തലമുറ, ചിലർ പറയും എന്തെങ്കിലും പറഞ്ഞാൽ പറയും പിള്ളേർ പോക്സോ പെടുത്തി കളിയിൽ, അത് എസ്കേപ്പീസ് ആണ്. നിങ്ങൾ ഒളിച്ചോടലാണ് ഈ വിഷയത്തിൽ നിന്ന്. കൃത്യമായി സ്കൂളിനകത്ത് അച്ചടക്കവും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്തു പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അച്ചടക്കം വളരെ അനിവാര്യമാണ്. അത് ഓരോ സ്കൂളിലും മസ്റ്റാണ്. PTA ഫലപ്രദമായി പ്രവർത്തിപ്പിക്കണം. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ ഫലപ്രദമായി പ്രവർത്തിക്കണം. പൊതുസമൂഹത്തെ നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ജനപ്രതിനിധികളെ വിശ്വാസത്തിലെടുക്കണം. അവർ വരുന്നില്ലെങ്കിൽ അവർക്ക് ഒരുപാട് തിരക്കുണ്ടാവും. LSGDക്കകത്ത് പ്രവർത്തിക്കണം. അവരെ പൂർണ്ണമായും ഇതിന്റെ ഭാഗമാക്കി നിർത്തിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അവിടെയാണ് ഒരു സ്കൂൾ ഹെഡ്മാസ്റ്ററുടെയും പ്രിൻസിപ്പലിന്റെ ഒക്കെ വിജയം. അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അവിടുത്തെ വാർഡ് മെമ്പറെ, കൗൺസിലറെ ഇതിന്റെ ഭാഗമാക്കി മാറ്റുക. ആ നിലയിലേക്ക് കൂടി കാര്യങ്ങൾ ഫലപ്രദമായി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണം.